Today we will be discussing another topic of third module of cryptography and network security, that is number theory. Number theory basics, modular arithmetic and fundamental theorem of arithmetic. So the basic of number theory is divisibility. Divisibility is A divides B. So we can say that a non-zero B divides A if A is equal to MB. A എന്ന് പറയുന്നത് ബിയുടെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ ബി എ ഡിവൈഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാം ഫോർ സം വാല്യൂ എം. ഇതിൽ എയും ബിയും എമ്മും എല്ലാം എന്താണ്, ഇൻറ്റിജേഴ്സാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇഫ് ദർ ഈസ് നോ റിമൈൻഡർ ഓൺ ഡിവിഷൻ. അപ്പോൾ എ ഈക്വൾ ടു എം ബി ആണെങ്കിൽ ബി എന്ന് പറയുന്നത് ഒരു എം ടൈംസ് മൾട്ടിപ്പിൾ ആണ്. സോ എയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും? എ ഈസ് ഈക്വൾ ടു എം ബി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ബി എന്ന് പറഞ്ഞ വാല്യൂ ഉപയോഗിച്ച് എയെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ക്വോഷ്യൻ്റ് എന്തായിരിക്കും കിട്ടുക? എം ആയിരിക്കും കിട്ടുക. അപ്പോൾ ബി ഡിവൈഡ്സ് എ എന്ന് പറഞ്ഞ റിലേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നൊട്ടേഷനാണ് ഇത്. സോ ബി ഡിവൈഡ്സ് എ. അപ്പോൾ ഡിവിഷൻ ബി ഡിവൈഡ്സ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എ ഡിവൈഡ് ബൈ ബി എന്ന് പറഞ്ഞ മീനിങ് അല്ല, ബി കൊണ്ട് നമുക്ക് എയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളതിനെ വായിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് മീനിങ് ബി ഡിവൈഡ്സ് എ. ഇനി ബി ഡിവൈഡ്സ് എ ആണെങ്കിൽ നമുക്ക് വേറെ പറയാൻ പറ്റുന്ന എന്താണ്? ബി ഈസ് ഓൾസോ എ ഡിവൈസർ ഓഫ് എ. അപ്പോൾ ബി എന്ന് പറയുന്നത് എയുടെ ഒരു ഡിവൈസർ ആയിരിക്കും. പക്ഷേ ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടൊരു ക്വോഷ്യൻ്റ് കിട്ടും വിത്ത് നോ റിമൈൻഡർ. എക്സാമ്പിൾ, ദ പോസിറ്റീവ് ഡിവൈസേഴ്സ് ഓഫ് 24 ആർ 1 2 3 4 6 8 12 ആൻഡ് 24. അപ്പോൾ ഈ പറഞ്ഞ ഡിവൈസേഴ്സൊക്കെ കൊണ്ട് നമുക്ക് 24നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെല്ലാം ഓരോന്നിനും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഈ ബി ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ 1 ഡിവൈഡ്സ് 24, 2 ഡിവൈഡ്സ് 24, 3 ഡിവൈഡ്സ് 24. സിമിലർലി നെക്സ്റ്റ് എഴുതുന്നത് 13 ഡിവൈഡ്സ് 182 എന്ന് പറഞ്ഞാൽ 182നെ നമ്മൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വിൽ ഗെറ്റ് എ ക്വോഷ്യൻ്റ് ആൻഡ് റിമൈൻഡർ ഈക്വൽ ടു 0. നെക്സ്റ്റ് -5 ഡിവൈഡ്സ് 30. അപ്പോൾ 13നെ നമ്മൾ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വിൽ ഗെറ്റ് എ റിമൈൻഡർ 0. സിമിലർലി 17 ഡിവൈഡ്സ് 289. അതുപോലെ -3 ഡിവൈഡ്സ് 33, 17 ഡിവൈഡ്സ് 0 ആൻഡ് 0. നമ്മുടെ ഡിവിസിബിലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസാണ് പറയുന്നത്. ഇഫ് എ ഡിവൈഡ്സ് 1 ആണെങ്കിൽ നമുക്ക് എയുടെ വാല്യൂ എന്താണെന്ന് പറയാൻ പറ്റും? +or-1 ആയിരിക്കും. സോ എ ഡിവൈഡ്സ് 1 ആണെങ്കിൽ എയുടെ വാല്യൂ +1 ആയിരിക്കും, അല്ലെങ്കിൽ -1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പറ്റുന്നത് എ ഡിവൈഡ്സ് ബിയും ബി ഡിവൈഡ്സ് എയും ട്രൂ ആണെങ്കിൽ ദെൻ എ ഈസ് ഈക്വൽ ടു +or-b. അപ്പോൾ എ ബിയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബി എയും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എയും ബിയും ഈക്വലൻ്റ് ആണെന്ന് പറയാൻ പറ്റും. സോ എ ഈസ് ഈക്വൽ ടു +or-b ആണെന്ന് പറയാൻ പറ്റും. ഇനി എനി ബി നോട്ട് ഈക്വൽ ടു 0 ഡിവൈഡ്സ് 0 നമുക്കറിയുന്ന കാര്യമാണ്. ഇനി നെക്സ്റ്റ് വരുന്ന പ്രോപ്പർട്ടി നമ്മുടെ ഓൾമോസ്റ്റ് ട്രാൻസിറ്റിവിറ്റി എന്ന് പറയാം. ദാറ്റ് ഈസ് ഇഫ് എ ഡിവൈഡ്സ് ബി ആൻഡ് ബി ഡിവൈഡ്സ് സി ആണെങ്കിൽ എ ഡിവൈഡ്സ് സി. അപ്പോൾ എ ബി എ ഡിവൈഡ് ചെയ്യും, ബി സി എ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ സി എ ഡിവൈഡ് ചെയ്യും എന്നുള്ളതാണ് തേർഡ് പ്രോപ്പർട്ടി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കി, 11 ഡിവൈഡ്സ് 66 അതാണ് എ ഡിവൈഡ്സ് ബി. അതുപോലെ 66 ഡിവൈഡ്സ് 198 ദാറ്റ് ഈസ് ബി ഡിവൈഡ്സ് സി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഡിവൈഡ്സ് സി. എയുടെ വാല്യൂ 11 ആണ്, സിയുടെ വാല്യൂ 198 ആണ്. സോ 11 ഡിവൈഡ്സ് 198. ദിസ് ഈസ് ദ ലാസ്റ്റ് പ്രോപ്പർട്ടി. ഇനി ഇഫ് ബി ഡിവൈഡ്സ് ജി ആൻഡ് ബി ഡിവൈഡ്സ് എച്ച് ദെൻ ബി ഡിവൈഡ്സ് എം ജി പ്ലസ് എൻ എച്ച്. എന്ന് വെച്ചാൽ ജിയുടെ ഒരു മൾട്ടിപ്പിളും എച്ചിൻ്റെ ഒരു മൾട്ടിപ്പിളും, അതാണ് എം ജി പ്ലസ് എൻ എച്ച് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ സം ആർബിട്രറി ഇൻറ്റീജേഴ്സ് എം ആൻഡ് എൻ. ഇപ്പോൾ എം ഒരു പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണെന്ന് കരുതുക. അപ്പോൾ ബി ഡിവൈഡ്സ് ജിയും ബി ഡിവൈഡ്സ് എച്ചും ട്രൂ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ജിയുടെ ഏതൊരു മൾട്ടിപ്പിളും അതുപോലെ എച്ചിൻ്റെ ഏതൊരു മൾട്ടിപ്പിളും നമ്മൾ യൂസ് ചെയ്താൽ ആ റിസൾട്ട് അല്ല പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. ദാറ്റ് ഈസ് ബി ഡിവൈഡ്സ് എം ജി പ്ലസ് എൻ എച്ച്. അപ്പോൾ ഇത് ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ നെക്സ്റ്റ് പ്രൂവ് ചെയ്യാൻ പറയുന്നത്, ഇഫ് ബി ഡിവൈഡ്സ് ജി ആണെങ്കിൽ നമുക്ക് ജി ഏത് ഫോമിൽ എഴുതാം? ബി ഇൻറ്റു G1 ഫോർ സം ഇൻറ്റിജർ G1. ഇപ്പോൾ ബി ഡിവൈഡ്സ് ജി എന്ന് പറയുമ്പോൾ ഈ ബി ഉപയോഗിച്ച് നമുക്ക് ജിയെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ജി ഈസ് ഈക്വൽ ടു ബി ടൈംസ് സം വാല്യൂ. അതുപോലെ തന്നെ ബി ഡിവൈഡ്സ് എച്ച് എന്ന് പറയുമ്പോൾ എച്ച് ഈക്വൽ ടു ബി ടൈംസ് സം വാല്യൂ. ഇനി ഈ പറഞ്ഞ മൾട്ടിപ്പിളിനെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എം ജി പ്ലസ് എൻ എച്ച് എന്ന് പറയുമ്പോൾ ജിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ബി ടൈംസ് G1 കൊടുക്കാം. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എം ഇൻറ്റു ബി G1 പ്ലസ് എൻ ടൈംസ് എച്ച് ആണ് വരേണ്ടത്. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ BH1 ആണ്, അതുകൊണ്ട് എൻ ടൈംസ് BH1. ഇതിൽ നമ്മൾ ബി കോമൺ ആയിട്ട് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു MG1 പ്ലസ് NH1. അപ്പോൾ അതിന് മീനിങ് എന്താണ്? ദെയർഫോർ ബി ടൈംസ് ആണ് ഈ സാധനം വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ സാധനം ബി നമുക്ക് എന്താ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും?
ബി വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ബി ഡിവൈഡ്സ് എം ജി പ്ലസ് എൻ എച്ച്. നമ്മുടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ബി ഈക്വൽ ടു 7 ആൻഡ് ജി ഈക്വൽ ടു 14, എച്ച് ഈക്വൽ ടു 63. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻ ഹോൾഡ് ചെയ്യുന്നതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ ബി ഡിവൈഡ്സ് ജി, ദാറ്റ് ഈസ് 7 ഡിവൈഡ്സ് 14. അപ്പോൾ അത് ട്രൂ ആണ്. 14 ഡിവൈഡ് ബൈ 7 ചെയ്ത് നമുക്ക് ക്വോഷ്യൻ്റ് 2 കിട്ടും, റിമൈൻഡർ 0 കിട്ടും. നെക്സ്റ്റ് ബി ഡിവൈഡ്സ് എച്ച് ആണ് നെക്സ്റ്റ് നോക്കേണ്ടത്. ദാറ്റ് ഈസ് 7 ഡിവൈഡ്സ് 63. അപ്പോൾ 63 ഡിവൈഡ് ബൈ 7 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? വാല്യൂ ഈക്വൽ ടു 9, ക്വോഷ്യൻ്റ് 9 കിട്ടും, റിമൈൻഡർ 0 കിട്ടും. ഇനി നമ്മൾ ചൂസ് ചെയ്യുന്ന ആർബിട്രറി ഇൻഡിജേഴ്സ് എം ഈക്വൽ ടു 3 ആൻഡ് എൻ ഈക്വൽ ടു 2 ആണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ബി ഡിവൈഡ്സ് എം ജി പ്ലസ് എൻ എച്ച് ആണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ ബി ഈസ് 7 ഡിവൈഡ്സ് എം എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ജിയുടെ വാല്യൂ 14 പ്ലസ് എൻ ഇൻറ്റു എച്ച്, എന്നിൻ്റെ വാല്യൂ 2, ദാറ്റ് ഈസ് 2 ഇൻറ്റു എച്ച് ഈക്വൽ ടു 63. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റാണെന്ന് മനസ്സിലാവും. ദാറ്റ് ഈസ് 3 ഇൻറ്റു 14 ചെയ്ത് 2 ഇൻറ്റു 63 ചെയ്ത് അത് ആഡപ്പ് ചെയ്യുക. നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വിൽ ഗെറ്റ് എ ക്വസ്റ്റ്യൻ ആൻഡ് എ റിമൈൻഡർ. സോ ദാറ്റ് ഈസ് ദ തിയറം. അപ്പോൾ ബി ഡിവൈഡ്സ് ജിയും ബി ഡിവൈഡ്സ് എച്ചും ട്രൂ ആണെങ്കിൽ ബി എന്തിനെ ഡിവൈഡ് ചെയ്യും? ജിയുടെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ പ്ലസ് എന്നിൻ്റെ ഏതെങ്കിലും മൾട്ടിപ്പിളിനെ അത് ഡിവൈഡ് ചെയ്യും. സോ ദിസ് ഈസ് അനദർ പ്രോപ്പർട്ടി ഓഫ് ഡിവിസിബിലിറ്റി. നെക്സ്റ്റ് വിൽ സി ദ ഡിവിഷൻ അൽഗോരിതം. അപ്പോൾ നമ്മൾ ഡിവിസിബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിവിഷൻ അൽഗോരിതം പറയുന്നത്. ഇപ്പോൾ അൽഗോരിതം ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡിവിഷൻ അൽഗോരിതം എന്നാണ് നെയിം ചെയ്തേക്കുന്നത്. സോ വി ഹാവ് എ പോസിറ്റീവ് ഇൻറ്റിജർ എൻ ആൻഡ് എനി നോൺ നെഗറ്റീവ് ഇൻറ്റിജർ എ. ഇഫ് യു ഡിവൈഡ് എ ബൈ എൻ വി ഗെറ്റ് എ ഇൻറ്റിജർ ക്വോഷ്യൻ ക്യൂ ആൻഡ് ഇൻറ്റിജർ റിമൈൻഡർ ആർ. എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്, അതിന് നമ്മൾ എ എന്ന് പറഞ്ഞ വേറൊരു പോസിറ്റീവ് ഇൻറ്റിജറുണ്ട്. ഇനി എയിനെ നമ്മൾ എൻ വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ക്വോഷ്യൻ്റ് കിട്ടി, ഈ റിമൈൻഡർ കിട്ടി. അപ്പോൾ അതാണ് നമ്മളുടെ ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി ഈ റിമൈൻഡറിൻ്റെ വാല്യൂ ഏതിനിടയ്ക്കായിരിക്കും കിടക്കുക? 0യ്ക്കും എന്നിനും ഇടയ്ക്കായിരിക്കും കിടക്കുന്നത്. ഇനി ക്വോഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡിവൈഡ് ബൈ എൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ക്വോഷ്യൻ്റെ വാല്യൂ. ദാറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഡിവൈഡ് ബൈ എൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. ഇതെല്ലാം പോസിറ്റീവ് വാല്യൂസാണ്. എ എന്ന് പറഞ്ഞ നമ്പറിനെ എൻ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, നമുക്ക് ക്യൂ എന്ന് പറഞ്ഞ ക്വോഷ്യൻ്റ് കിട്ടി, ആർ എന്ന് പറഞ്ഞ റിമൈൻഡർ കിട്ടി. ആൻഡ് ദിസ് റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് ഡിവിഷൻ അൽഗോരിതം. ഈ റിമൈൻഡർ നമ്മൾ വേറൊരു പേരോട് പറയും, ദാറ്റ് ഈസ് റെസിഡ്യൂ. ഇനി നമുക്ക് ഈ വാല്യൂസിനെ നമുക്കൊരു നമ്പർ ലൈൻ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ റിലേഷൻഷിപ്പ്. 0 മുതൽ നമ്മൾ ക്യൂ പ്ലസ് 1 വരെ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. n 2n 3n എക്സെട്ര അപ് ടു qn, പിന്നെ എ, പിന്നെ ക്യൂ പ്ലസ് 1. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? എ എന്ന് പറഞ്ഞ നമ്പറിനെ നമ്മൾ എൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ക്വോഷ്യൻ്റ് ക്യൂ കിട്ടും, റിമൈൻഡർ ആറും കിട്ടും. സോ എ ഈക്വൽ ടു ക്യൂ ടൈംസ് എൻ പ്ലസ് ആർ. അപ്പോൾ ക്യൂ എൻ ഇവിടെയുണ്ട്, ക്യൂ എന്നിൻ്റെ കൂടെ ആറും കൂടെ കൂട്ടി എന്ത് കിട്ടി? എ കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ അതുപോലെ ക്യൂ എന്നിൻ്റെ കൂടെ ഒരു എന്നൂടെ കൂടിയ ക്യൂ പ്ലസ് 1 തന്നെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസിക്കലി ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്ന റിലേഷൻ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ക്യൂ ടൈംസ് എൻ പ്ലസ് ദി വാല്യൂ ഓഫ് ആർ അല്ലെങ്കിൽ റെസിഡ്യൂ. എക്സാമ്പിൾ അവിടെ കാണിച്ചേക്കുന്നത് 70 ഈക്വൽ ടു 4 ഇൻറ്റു 15 പ്ലസ് 10. അപ്പോൾ ആദ്യം ഇവിടെ 15, 50യുടെ സെക്കൻഡ് മൾട്ടിപ്പിൾ, തേർഡ് മൾട്ടിപ്പിൾ, അങ്ങനെ ഫോർത്ത് മൾട്ടിപ്പിളാണ് നമ്മളുടെ 60. 60 പ്ലസ് 10 ആണെന്ത്? 70. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? ക്യൂ എന്ന് പറഞ്ഞാൽ 4, ക്വോഷ്യൻ്റ് ഇൻറ്റു എൻ ഈസ് 15. സോ 4 ക്യൂ ഇൻറ്റു എൻ പ്ലസ് ആർ, ആറിൻ്റെ വാല്യൂ 10 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 70 കിട്ടും. സോ ദാറ്റ് ഈസ് എ ഈക്വൽ ടു ക്യൂ എൻ പ്ലസ് ആർ. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എയുടെ വാല്യൂ 70, ക്യൂ എന്നിൻ്റെ വാല്യൂ 60 പ്ലസ് ആർ. ഈ ക്യൂ എന്ന് പറഞ്ഞാൽ 4ഉം എൻ എന്ന് പറയുന്നത് 15. സോ ദിസ് ഈസ് ദ ഡിവിഷൻ അൽഗോരിതം. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് മോഡുലാർ അരിത്മെറ്റിക്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറാണ്, എൻ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിവിഷൻ അൽഗോരിതം ഹോൾഡ് ചെയ്യുമെന്ന് കരുതുക. സോ എ ഈസ് ഈക്വൽ ടു ക്യൂ എൻ പ്ലസ് ആർ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിവിഷൻ അൽഗോരിതം. ഇനി നമ്മൾ മോഡുലസ് എന്ന് പറയുന്നത് എന്തിനായിരിക്കും? എ മോഡ് എൻ ബി ദ റിമൈൻഡർ വെൻ എ ഈസ് ഡിവൈഡ് ബൈ എൻ. അപ്പോൾ എയും എൻ എന്ന് പറയുന്ന രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്. എ നമ്മൾ എൻ വെച്ച് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മളുടെ മോഡുലസ് വാല്യൂ. ദസ് ഫോർ എനി ഇൻറ്റിജർ എ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. എ ഈസ് ഈക്വൽ ടു ക്യൂ എൻ പ്ലസ് ആർ. അപ്പോൾ എ നമ്മൾ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു, എ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയ റിമൈൻഡറാണ് നമ്മളുടെ എന്ത്? മോഡുലസ്. അപ്പോൾ ഈ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ മോഡ് എന്ന് എഴുതാൻ പറ്റും. സോ എ ഈസ് ഈക്വൽ ടു
ഈ കോഷ്യനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? എ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മളുടെ കോഷ്യൻ. പിന്നെ എൻ അതുപോലെ തന്നെ പ്ലസ് ആറിന് എങ്ങനെ എഴുതി? എ മോഡ് എന്ന് എഴുതി. എന്ന് വെച്ചാൽ എനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ ഈസ് ആർ. 11 mod 7 ഈക്വൽ ടു 4. 11നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യം 7 അതിൽ ഇൻക്ലൂഡ് ആവുള്ളൂ. കോഷ്യൻ ഈക്വൽ ടു 1 ആൻഡ് റിമൈൻഡർ 11 - 7 ഈക്വൽ ടു 4. ഇനി -11 mod 7 ഈക്വൽ ടു 3. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ മോഡ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആക്സിസ് എക്സ് ആക്സിസിലെ നെഗറ്റീവ് സൈഡിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 7ൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും? -11 mod 7 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 7ൻ്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ എവിടെയാണ് വരിക നോക്കുക. അപ്പം 7 -7 വന്നു, അത് കഴിഞ്ഞു പോയി, അത് കഴിഞ്ഞിട്ടാണല്ലോ -11 വരുന്നത്. നെക്സ്റ്റ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ -14 ആയിരിക്കും വരിക. അപ്പോൾ -11 നിന്ന് ആ -14ലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും അതിൻ്റെ ആൻസർ. സോ -11 നിന്ന് 3യും കൂടെ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ എത്തുക -14ലേക്ക് എത്തുക. സോ ദ ആൻസർ ഈസ് 3. ഇപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലും നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലും നമുക്ക് മോഡ് എടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മളിപ്പോൾ മോഡുലസ് എന്താണെന്ന് പറഞ്ഞു. ഇത് കോൺഗ്രുവൻസ് മോഡുലോ എന്ന റിലേഷനാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. 2 integers a and b are said to be congruent modulo n if a mod n is equivalent to b mod n. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ ഈ 3 ലൈൻസ് വരുന്നതാണ് ശരിക്കും നമ്മൾ യൂഷ്വലി കോൺഗ്രുവൻസ് റിലേഷനെ ഷോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? എ മോഡ് എൻ എടുത്താലും ബി മോഡ് എൻ എടുത്താലും സെയിം ആയിരിക്കും നമുക്ക് വാല്യൂ കിട്ടുക. ദാറ്റ് ഈസ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എക്ക് മോഡൻ എടുക്കുക, അതുപോലെ ബിക്ക് മോഡൻ എടുക്കുക, രണ്ടിനും സെയിം ആൻസർ കിട്ടണം. അങ്ങനെയാണെങ്കിലേ നമുക്കതിനെ കോൺഗ്രുവൻറ്റ് മോഡുലോ എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. 73 ഈസ് കോൺഗ്രുവൻറ്റ് ടു 4 mod 23. ഇപ്പോൾ 73 mod 23 എടുത്താലും 4 mod 23 എടുത്താലും ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ 4 mod 23 4 തന്നെ. ഇനി 73 mod 23 ആണെങ്കിലോ 73നെ 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കുക. ദാറ്റ് വിൽ ബി ഈക്വലൻറ്റ് ടു 4. ഇനി നെക്സ്റ്റ് 21 ഈസ് കോൺഗ്രുവൻറ്റ് ടു -9 mod 10. അപ്പോൾ 21 mod 10 എടുത്താലും -9 mod 10 എടുത്താലും സെയിം ആൻസർ ആയിരിക്കും. ഇനി 21 mod 10 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 21 ഡിവൈഡ് ബൈ 10 റിമൈൻഡർ ഈസ് ഈക്വൽ ടു 1 കിട്ടും. 2 times 20 ആയി, റിമൈൻഡർ 1 ആയി. സോ 21 mod 10 എടുത്ത് നമുക്ക് 1 കിട്ടും. ഇനി -9 mod 10 ആണെങ്കിലോ, ഇനി മൈനസ് നമ്പേഴ്സ് ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നെക്സ്റ്റ് മൾട്ടിപ്പിൾ ടു നെഗറ്റീവ് സൈഡ് ഓഫ് എക്സ് ആണ് നോക്കേണ്ടത്. അപ്പോൾ 10ൻ്റെ നെഗറ്റീവ് മൾട്ടിപ്പിൾ അടുത്തതാണ് നോക്കുക. നെക്സ്റ്റ് ഏതായിരിക്കും? -10 കഴിഞ്ഞ അടുത്ത -10 ആയിരിക്കും. അപ്പോൾ -9ൽ നിന്ന് -10ലേക്കുള്ള ആ ഒരു ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വലൻറ്റ് ടു 1. അപ്പോൾ 21 mod 10 എടുത്തപ്പോഴും 1 കിട്ടി, -9 mod 10 എടുത്തപ്പോഴും നമുക്ക് 1 കിട്ടി. സോ ദാറ്റ് ഈസ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ. അപ്പോൾ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട റിലേഷൻ എ മോഡ് എൻ ഈസ് ഈക്വലൻറ്റ് ടു ബി മോഡ് എൻ ആയിരിക്കണം. ഇനി ഇഫ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 mod n ആണെങ്കിൽ ദാറ്റ് മീൻസ് എൻ ഡിവൈഡ്സ് എ. നമ്മൾ മോഡുലാർ അരിത്മെറ്റിക് അല്ല കോൺഗ്രുവൻസിൻ്റെ പ്രോപ്പർട്ടീസാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ എ ഈസ് കോൺഗ്രുവൻറ്റ്, ഇതാണ് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എന്ന് പറയണമെങ്കിൽ ഈ ഒരു റിലേഷൻ ഹോൾഡ് ചെയ്യുക, ദാറ്റ് ഈസ് എൻ ഡിവൈഡ്സ് എ മൈനസ് ബി. അപ്പോൾ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എന്ന് പറഞ്ഞാൽ ആദ്യം എയിൽ നിന്ന് ബി കുറയ്ക്കുക, ദാറ്റ് ഈസ് എ മൈനസ് ബി കണ്ടുപിടിക്കുക. ഈ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്നിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എൻ കൊണ്ട് നമുക്ക് ഈ എ മൈനസ് ബിയെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ റിലേഷനിൽ എഴുതിയിരിക്കുന്നത്, എൻ ഡിവൈഡ്സ് എ മൈനസ് ബി. സോ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എന്നാണെങ്കിൽ എൻ ഡിവൈഡ്സ് എ മൈനസ് ബി എന്നാണ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള റിലേഷനാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം എ ഈക്വൽ ടു ബി മോഡ് എന്ന് പറഞ്ഞാൽ എന്താണത് മീൻ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് നമ്മൾക്ക് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എന്നാണെങ്കിൽ അതിൽ നിന്ന് പറയാൻ പറ്റും ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എന്നും ആയിരിക്കും. ബിക്കോസ് രണ്ടിടത്തും നമ്മൾ ചെയ്യുന്നത് എന്താണ്? എ മോഡ് എൻ ഈക്വൽ ടു ബി മോഡ് എൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെങ്കിൽ ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി നമ്മളുടെ ട്രാൻസിറ്റിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണ്, അതുപോലെ ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു സി മോഡ് എൻ ആണെങ്കിൽ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു സി മോഡ് എൻ നമുക്ക് അതിൽ നിന്നും ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ദ തേർഡ് പ്രോപ്പർട്ടി ഓഫ് കോൺഗ്രുവൻസ്. ഞാൻ എക്സാമ്പിൾ അവിടെ കാണിച്ചേക്കുന്നത് 23 ഈസ് കോൺഗ്രുവൻറ്റ് ടു 8 mod 5 എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താ? നമ്മുടെ ഫസ്റ്റ് റിലേഷൻ നോക്കുക. 23 മൈനസ് 8 എടുക്കുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 15 കിട്ടി. 15 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആണല്ലോ. 5 × 3 ആണ് നമ്മളുടെ 15. അപ്പോൾ അതുകൊണ്ടാണ് റിലേഷൻ ഹോൾഡ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് -11 ഈസ് കോൺഗ്രുവൻറ്റ് ടു 5 mod 8. സോ -11 -5 ഈ സാധനത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി നെഗറ്റീവ് ആക്കുക. സോ -11 -5 എടുത്താൽ നമുക്ക് എന്ത് കിട്ടി?
-16 കിട്ടി. സോ -16 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. 8 ഇൻറ്റു -2 ആണ് നമ്മളുടെ -16. ഈ നെക്സ്റ്റ് 81 ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 27. നമ്മൾ 81 മൈനസ് 0, അതായത് 81 തന്നെ. 81 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 27. ദാറ്റ് ഈസ് 27 ഇൻറ്റു 3 ആണ് നമ്മളുടെ 81. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് കോൺഗ്രുവൻസസ്. ഈ മോഡുലാർ അരിത്മെറ്റിക് ഹോൾഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് നമുക്ക് ചില റിലേഷൻസിൽ ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ A+B മോഡൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ A മോഡൻ ചെയ്യുക, B മോഡൻ ചെയ്യുക, ആ ടോട്ടൽ റിസൾട്ടിന് എഗെയിൻ മോഡൻ ചെയ്യുക. അപ്പോൾ A+B മോഡൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് A മോഡൻ കാൽക്കുലേറ്റ് ചെയ്യുക, സെക്കൻഡ് സ്റ്റെപ്പായിട്ട് B മോഡൻ കാൽക്കുലേറ്റ് ചെയ്യുക, രണ്ടും കൂടി ആഡ് ചെയ്യുക. അതായത് A മോഡൻ പ്ലസ് B മോഡൻ, ആ എൻ്റെ റിസൾട്ടിന് ഒന്നുകൂടി മോഡൻ ചെയ്യുക. ഈ സെയിം ഇസ് ദ കേസ് ഫോർ സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. A-B മോഡൻ ആണെങ്കിലും A മോഡൻ ചെയ്യുക, B മോഡൻ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, എൻ്റെ റിസൾട്ട് അഗെയിൻ മോഡൻ. ഈ ലാസ്റ്റ് പ്രോപ്പർട്ടി A ഇൻറ്റു B മോഡൻ. ഇത് നമുക്ക് ഒരുപാട് സ്ഥലത്ത് ആപ്ലിക്കേഷൻ വരുന്നതാണ് ഈ ഒരു തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ വലിയ പവേഴ്സ് ഉള്ളതിന് നമ്മൾ ചെറിയ പവേഴ്സാക്കി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മോഡും വരുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. സോ A ഇൻറ്റു B മോഡലിന് ആദ്യം A മോഡൻ ചെയ്യുക, പിന്നെ B മോഡൻ ചെയ്യുക, പിന്നെ എൻ്റെ റിസൾട്ടിന് എഗെയിൻ ഒന്നുകൂടി മോഡൻ ചെയ്യുക. ഈ ഫസ്റ്റ് പ്രോപ്പർട്ടിയുടെ ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ കാണുന്നത്. A മോഡൻ R എന്ന് ഡിനോട്ട് ചെയ്തു, B മോഡൻ RB എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് A എങ്ങനെ എഴുതാൻ പറ്റും? ഇനി A എന്ന് പറഞ്ഞാൽ RA പ്ലസ് J. അപ്പോൾ A മോഡൻ എന്ന് വെച്ചാൽ റിമൈൻഡർ ആണല്ലോ, റിമൈൻഡർ പ്ലസ് J ടൈംസ് N. അതുപോലെ BA റിമൈൻഡർ RB പ്ലസ് K ടൈംസ് N എന്നും എഴുതി. ഇനി A+B മോഡൻ ചെയ്യണമെങ്കിൽ എയും ബിയും കൂടി ആഡ് ചെയ്യാം. ദറ്റ് ഈസ് RA പ്ലസ് J ടൈംസ് N പ്ലസ് റിമൈൻഡർ ഓഫ് B പ്ലസ് K ടൈംസ് N എഗെയിൻ മോഡൻ. ഇത് നമുക്ക് RA പ്ലസ് RB ഇപ്പോൾ എഴുതാം, പ്ലസ് K പ്ലസ് J ഇൻറ്റു N എന്ന് എഴുതാം. ഈ N ഇതിൽ രണ്ടിലും കോമൺ ആണല്ലോ, അതുകൊണ്ട് N ടൈംസ് K പ്ലസ് J എഗെയിൻ മോഡൻ. ദാറ്റ് ഈസ് ഈക്വലൻ ടു RA പ്ലസ് RB മോഡൻ. എന്ന് വെച്ചാൽ മീനിങ് എന്താ? നമ്മൾ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്ത് മോഡ് എടുക്കുന്നതും ഓരോന്നിനും മോഡ് എടുത്ത് ആഡ് ചെയ്ത് ഫൈനലി ഒരു മോഡ് കൂടി എടുക്കുന്നതും ദറ്റ് ഈസ് ഈക്വലൻ. അപ്പോൾ ഇത് N പ്ലസ് K പ്ലസ് J ടൈംസ് N എന്ന് പറഞ്ഞതിന് മീനിങ് എന്താ? ഇവിടെ നമ്മൾ N ടൈംസ് അല്ല എൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടാണ് നമുക്ക് അവിടെ ആ ടൈമിനെ കിട്ടിയിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഈസ് ഈക്വലൻ ടു A മോഡൻ പ്ലസ് B മോഡൻ ഹോൾ എഗെയിൻ മോഡൻ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി അഡീഷൻ്റെ കേസിലും മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും സബ്ട്രാക്ഷൻ്റെ കേസിലും ഹോൾഡ് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ ഓഫ് മോഡുലാർ അരിത്മെറ്റിക്.